ഇന്ന് നമ്മൾ NLP കമ്മ്യൂണിക്കേഷൻ മോഡലിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമുക്കിടയിൽ നടക്കുന്ന ഏതൊരു കമ്മ്യൂണിക്കേഷനെയും ഈ ഒരു മോഡലിലൂടെ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്കിടയിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സംഭവം നടക്കുകയാണ്, ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻ നടക്കുകയാണ്. രണ്ടാൾക്കാർ അതിനെ വ്യത്യസ്തമായിട്ടാണ് അനുഭവിക്കുന്നത്, വ്യത്യസ്തമായിട്ടാണ് ഒരേ സംഭവത്തോട് പ്രതികരിക്കുന്നത്. ചിലപ്പോൾ ഒരാൾ നെഗറ്റീവ് എന്നായിരിക്കും പറഞ്ഞാൽ മറ്റൊരാൾ അതിനെ പോസിറ്റീവായിട്ടായിരിക്കും. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? കാരണം ഈ സംഭവത്തിനും മറ്റൊരാളുടെ പ്രതികരണത്തിനുമിടയിൽ ഒരുപാട് ഫിൽറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വെള്ളം ശുദ്ധീകരിച്ച് വരുമ്പം ഒരു ഫിൽറ്റർ ടാങ്കിലൂടെ കടത്തി വിട്ടിട്ട് അതിൽ ശുദ്ധീകരിച്ചിട്ടാണ് വിടുക. ഇതുപോലൊരു ഫിൽറ്റേഴ്സ് ഉണ്ട്. ഈ ഫിൽറ്റേഴ്സിൻ്റെ ഉള്ളിലൂടെ വരുന്ന പ്രൊഡക്റ്റാണ് നമുക്ക് അവരുടെ പ്രതികരണമായിട്ട് പുറത്തോട്ട് വരുന്നത്. ഇപ്പോൾ ഒരു കാര്യം സംഭവിക്കുന്നു, അത് നമ്മുടെ ഫിൽറ്ററുകളിലേക്ക് പ്രവേശിക്കുന്നു, എന്നിട്ടത് നമ്മുടെ മാനസിക ചിത്രമായിട്ട് പരിഹരിക്കുന്നു, അതിലേക്ക് വികാരം ആയിട്ട് പരിവർത്തനം ചെയ്യുന്നു, അത് പിന്നീട് ഒരു ബിഹേവിയർ അല്ലെങ്കിൽ പെരുമാറ്റമായി മാറുന്നു. ഒരു മനുഷ്യൻ്റെ പ്രതികരണത്തെ സ്വാധീനിക്കുന്ന ഫിൽറ്ററുകൾ എന്തൊക്കെയാണ്? വിശ്വാസങ്ങൾ. ഇപ്പോൾ ഒരു മനുഷ്യൻ ഇപ്പം മതപരമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് പറയുകയാണ്, ഒരേ കാര്യത്തെക്കുറിച്ച് പറയാം. ഇപ്പോൾ ഒരു സ്ത്രീകൾ പള്ളിയിൽ പോകുന്നു, ഒരേ വിശ്വാസം തന്നെ പല ആൾക്കാർക്കും അതിനെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ഒരാൾക്കാർ പറയും പാടില്ല, ഒരാൾക്കാർ പറയും പാടുണ്ട്, വേറെ ആൾക്കാർ പറയും പോകണമെങ്കിൽ പോകാം, പോകാതിരിക്കാം. അപ്പോൾ തലയിൽ ഉണ്ടാക്കി വെച്ച വിശ്വാസത്തിനനുസരിച്ച് ആ ഫിൽറ്ററിനനുസരിച്ചായിരിക്കും ആ പ്രതികരണം. പിന്നെ മൂല്യങ്ങൾ. ഇപ്പോൾ ഒരേ കാര്യം തന്നെ ഓരോ വ്യക്തിക്ക് വ്യത്യസ്തമായിരിക്കും. മനസ്സിലായില്ലേ? മൂല്യങ്ങൾ അനുസരിച്ചായിരിക്കും പിന്നെ ആ കാര്യങ്ങളെ വിലയിരുത്തുക എന്നുള്ളത്. പിന്നെ ഓർമ്മകൾ. ഇപ്പോൾ എന്തെങ്കിലും ഒരു ട്രാജഡി ഉണ്ടായി, വേറൊരു സ്ഥലത്ത് പോവുകയാണ്, അപ്പോഴേക്ക് നമുക്കുണ്ടായ ആ ട്രാജഡി നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരിക. ഇവിടെ പോയാൽ അത് ഉണ്ടാവുമോ? ആ ഓർമ്മ ആ പ്രതികരണത്തെ മറ്റൊരു രീതിയിൽ സ്വാധീനിക്കുകയാണ്. പിന്നെ ഭാഷ. പിന്നെ പഴയ അനുഭവങ്ങൾ, മുൻകാലത്തെ അനുഭവങ്ങൾ. ഒരു ഉദാഹരണത്തിന് ഒരു ഭർത്താവിന് മുമ്പിൽ എന്നിട്ട് ഭാര്യ പറയാം ഫൈൻ, അടിപൊളി. ഭാര്യ പറഞ്ഞ ഉദ്ദേശമല്ല ആ ഭർത്താവ് മനസ്സിലാക്കുന്നത്. ഭർത്താവ് കേൾക്കുന്നത് ഓഹ് ഒരു വലിയ യുദ്ധം തന്നെ ആരംഭിച്ചു എന്നാണ്. ഈ സംഭവം ഒരു ന്യൂട്രലാണ്. ഓരോരുത്തരും കൊടുക്കുന്ന അർത്ഥം അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള അർത്ഥമാണ്. നിങ്ങൾ എന്തൊരു സാമൂഹിക സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഓരോ വ്യക്തികളുടെയും ഈ പ്രതികരണങ്ങളെ അവരുടെ വ്യക്തിപരമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റണം. അതിനൊക്കെ തന്നെ നമ്മൾ NLP പഠിക്കുന്നത്. പുതിയ ശാസ്ത്രീയ പഠനങ്ങൾ ബോധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ മസ്തിഷ്കം ഒരിക്കലും സത്യത്തിന് പ്രതികരിക്കുന്നില്ല. അത് പ്രതികരിക്കുന്നത് നമ്മുടെ വ്യാഖ്യാനത്തിനാണ്. പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഇനി വല്ലാണ്ട് തർക്കിക്കാനൊന്നും പോകണ്ട. തർക്കിച്ച് നമ്മുടെ ഹെൽത്ത് വെറുതെ കുളമാക്കണ്ട. നമ്മളെ കുഴപ്പമാണ്, അല്ല അവരെ കുഴപ്പമാണ്. നമ്മുടെ ഉള്ളിലെ ഈ ഫിൽറ്ററിൻ്റെ പ്രശ്നമാണ്, അല്ലാതെ സാഹചര്യത്തിൻ്റെതല്ല.